നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ വാണിജ്യ കപ്പലിനെതിരായിട്ടുള്ള അമേരിക്കൻ ആക്രമണത്തിൽ ശക്തമായി പ്രതിഷേധിച്ചിരിക്കുകയാണ് ഇന്ത്യ. പലാവോ പതാക വഹിക്കുന്ന 24 ഇന്ത്യൻ നാവികർ ഉള്ള അല്ലെങ്കിൽ 24 ഇന്ത്യൻ നാവികർ ജോലി ചെയ്യുന്ന ടാങ്കറിന് നേരെയാണ് US പ്രതിരോധ സേന കഴിഞ്ഞ ദിവസം മിസൈൽ ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിനാണ് ഇന്ത്യ ഇപ്പോൾ ശക്തമായ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. US-ന്റെ നയതന്ത്ര ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തിയാണ് ശക്തമായ പ്രതിഷേധം ഇന്ത്യ അറിയിച്ചത്. US ചാർജ് DFS ജെയ്സൺ മീക്സിനെയാണ് ഇന്ത്യ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിച്ചത്. ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഇന്ത്യ ഒരു അമേരിക്കൻ നയതന്ത്ര ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി ഏതെങ്കിലും ഒരു വിഷയത്തിൽ പ്രതിഷേധം അറിയിക്കുന്നത്. അത്രമാത്രം ഗൗരവമായിട്ടാണ് ഇന്ത്യ ഈ ആക്രമണത്തെ കാണുന്നത്. ചരക്ക് കപ്പലുകൾക്ക് നേരെയുള്ള, വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ, ഈ കപ്പലുകൾ ആയുധധാരികളായ കപ്പലുകളല്ല. അങ്ങനെയുള്ള കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ, അതിലൂടെ ഉണ്ടാകുന്ന ആൾനാശം, ഇതൊന്നും ഇന്ത്യ ഒരിക്കലും പൊറുക്കുകയില്ല എന്ന സന്ദേശമാണ് ഇന്ത്യ ഇപ്പോൾ അമേരിക്കയ്ക്ക് നൽകുന്നത്. 3 നാവികരെയാണ് കാണാതായത്. ഇതിൽ 2 പേർ മരിച്ചതായി അല്പസമയത്തിനുള്ളിൽ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. ഒരാൾ ഇപ്പോഴും മിസ്സിംഗ് ആണ്. 24 ഇന്ത്യൻ നാവികരാണ് കപ്പലിലുണ്ടായിരുന്നത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ മുംബൈയിലെ കൺട്രോൾ റൂമിലാണ് കപ്പൽ അപകടത്തിൽപ്പെട്ടുവെന്ന വിവരം അല്ലെങ്കിൽ സന്ദേശം ആദ്യം ലഭിക്കുന്നത്. കപ്പലിൻ്റെ എഞ്ചിൻ റൂമിൽ മിസൈൽ ആക്രമണം നടന്നുവെന്നും കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും ഞങ്ങളെ എത്രയും വേഗം രക്ഷിക്കണമെന്നും ഈ കപ്പലിലെ എല്ലാ ക്രൂ മെമ്പേഴ്സും ഇന്ത്യക്കാരാണെന്നുമായിരുന്നു സന്ദേശം. അങ്ങനെയാണ് രക്ഷാദൗത്യത്തിന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പിന്നീട് നേതൃത്വം നൽകിയത്. ഒമാനുമായി സഹകരിച്ചുകൊണ്ടായിരുന്നു രക്ഷാപ്രവർത്തനം. മിനിറ്റുകൾക്കകം തന്നെ ഒമാൻ സേനയുടെ ഹെലികോപ്റ്റർ അപകടം നടന്ന സ്ഥലത്തേക്കെത്തി. അവിടെ നിന്നും 21 ഇന്ത്യൻ നാവികരെ ഈ കപ്പലിൽ നിന്നും രക്ഷിച്ചെടുത്തു. 3 പേരെ കാണാതായി. അവരിൽ 2 പേരാണ് ഇപ്പോൾ മരിച്ചു എന്ന സ്ഥിരീകരണം വരുന്നത്. ഒരാൾ ഉത്തർപ്രദേശ് സ്വദേശിയും മറ്റേയാൾ ഹിമാചൽ പ്രദേശ് സ്വദേശിയുമാണ്. കാണാതായ നാവികനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴുമില്ല. എന്തായാലും വലിയ രീതിയിലുള്ള തെരച്ചിൽ, രക്ഷാപ്രവർത്തനം അത് ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വലിയ പ്രതിഷേധം ഇന്ത്യ അമേരിക്കയെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്ത്യൻ വാണിജ്യ കപ്പലുകളെ ഹോർമൂസ് കടലിടുക്കിൽ ആക്രമിക്കാൻ അനുവദിക്കില്ല എന്ന് രാജ്യം കൃത്യമായി പറഞ്ഞിരിക്കുന്നു. അമേരിക്ക ഇതിന് വിശദീകരണവും നൽകുന്നുണ്ട്. അതായത് അമേരിക്കൻ ഉപരോധം അവിടെ കഴിഞ്ഞ കുറേ നാളുകളായുണ്ട്. ഏപ്രിൽ വെടിനിർത്തൽ വന്നതിന് ശേഷം അമേരിക്ക ഹോർമൂസ് കടലിടുക്കിൽ ഉപരോധം തീർക്കുകയാണ്. ഇറാൻ തുറമുഖങ്ങളിലേക്ക് കപ്പലുകളൊന്നും പോകരുത് എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അമേരിക്ക ഉപരോധം തീർത്തുകൊണ്ടിരുന്നത്. ഈ ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ചുവെന്നതിൻ്റെ പേരിലാണ് ഈ പറയുന്ന പലാവോ പതാക വഹിക്കുന്ന സെറ്റബെല്ലോ എന്ന് പറയുന്ന വാണിജ്യ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായത്. ഈ വാണിജ്യ കപ്പൽ ഉപരോധം ലംഘിച്ചുകൊണ്ട് മറികടക്കാൻ ശ്രമിച്ചുവെന്നും 3 തവണ മുന്നറിയിപ്പ് നൽകിയെന്നും അമേരിക്കയുടെ USS എബ്രഹാം എന്ന കപ്പലിൽ നിന്നും FA-18 സൂപ്പർ ഹോർണറ്റ് എന്ന മിസൈലാണ് ഈ കപ്പലിൻ്റെ എൻജിൻ റൂം ലക്ഷ്യമാക്കി പ്രിസിഷൻ അറ്റാക്ക് നടത്തിയത്. അത് എൻജിൻ റൂമിൽ തന്നെ പതിക്കുകയും ചെയ്തു. ഈ മിസൈൽ ആക്രമണം കപ്പലിൻ്റെ അടിത്തട്ടിൽ വലിയ ദ്വാരമുണ്ടാക്കുകയും കപ്പൽ മുങ്ങാൻ ആരംഭിക്കുകയും ചെയ്തു. ഇതാണ് നാവികരെ അപകടത്തിലാക്കിയത്. നാവികർ ഉടൻ തന്നെ രക്ഷാദൗത്യത്തിന് അപേക്ഷിച്ചുകൊണ്ടുള്ള സന്ദേശം നൽകിയത് കാരണമാണ് 21 ഇന്ത്യക്കാരെ രക്ഷിക്കാൻ കഴിഞ്ഞത്. എങ്കിലും 2 പേരുടെ ജീവൻ നമുക്ക് രക്ഷിക്കാനായില്ല. ഒരാളെ കാണാതായിട്ടുമുണ്ട്. ഈ ഭയാനകമായ സംഭവമാണ് കഴിഞ്ഞ ദിവസം ഹോർമൂസ് കടലിടുക്കിൽ നടന്നത്. ഹോർമൂസ് കടലിടുക്ക് കഴിഞ്ഞ ഫെബ്രുവരി 28 മുതൽ അശാന്തമാണ്. ലോകത്തിൻ്റെ എണ്ണ വ്യാപാരം നടക്കുന്ന അല്ലെങ്കിൽ ലോക വിപണിയിലെ എണ്ണ വ്യാപാരത്തിൻ്റെ ഏതാണ്ട് 1/5 ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ആഗോള എണ്ണ വിപണിയെ സംബന്ധിച്ചിടത്തോളം ഈ കടലിടുക്ക് വളരെ പ്രധാനമാണ്. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനെ ആക്രമിച്ചതിൽ പിന്നെ ഇറാൻ ഈ ഹോർമൂസ് കടലിടുക്ക് നിയന്ത്രണത്തിൽ വച്ചിരിക്കുകയാണ്. ആക്രമണം കടുപ്പിക്കുമ്പോഴെല്ലാം ഇറാൻ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചിടും. ഇങ്ങനെ അടച്ചിടുമ്പോഴും ചൈനയുടെയും ഇന്ത്യയുടേതടക്കമുള്ള ചില സൗഹൃദ രാജ്യങ്ങളുടെ കപ്പലുകൾ ഇറാൻ കടത്തിവിടാറുണ്ട്. ഈ കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് കടന്നു പോകുന്നത് നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്. എങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും ഒന്നും കപ്പലുകളെ ഇതുവഴി ഇറാൻ കടത്തിവിടാറില്ല. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചിരിക്കുന്നത് കാരണം, സമാധാന ചർച്ചകളിലേക്ക് ഇറാൻ വരാത്തത് കാരണം അമേരിക്ക
ഹോർമൂസ് കടലിടുക്കിൽ മറ്റൊരു ഉപരോധം തീർക്കുകയാണ്. അതായത് ഇറാൻ ഒരു കാരണവശാലും എണ്ണ വ്യാപാരം നടത്തരുത് എന്നാണ് അമേരിക്കയുടെ ഈ ഉപരോധത്തിൻ്റെ ലക്ഷ്യം. അതായത് ഇറാനിലേക്ക് വരുന്നതും ഇറാനിൽ നിന്നും പുറത്തു പോകുന്നതുമായ കപ്പലുകളെ അമേരിക്ക അവിടെ വലിയ സേനാവിന്യാസം നടത്തി തടയുകയാണ്. ഏതാണ്ട് 12ഓളം പടക്കപ്പലുകളും 100ഓളം യുദ്ധവിമാനങ്ങളും 10,000ഓളം നാവികസേനാ അംഗങ്ങളുമാണ് അമേരിക്കയുടേതായി ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിലുള്ളത്. ഈ ഹോർമൂസ് കടലിടുക്കിലെ അമേരിക്കയുടെ വലിയ സേനാവിന്യാസമാണ് കപ്പലുകളെ ഇറാൻ തുറമുഖത്തേക്ക് കടക്കുന്നതിൽ നിന്നും തടയുന്നത്. അങ്ങനെയുള്ള ചില കപ്പലുകളെ നേരത്തെ തന്നെ അമേരിക്ക തടഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 135ഓളം കപ്പലുകളെ ഈ ഏപ്രിൽ മാസത്തിൽ അമേരിക്കൻ ഉപരോധം നിലവിൽ വന്നതിന് ശേഷം തടഞ്ഞ് മടക്കി അയച്ചിട്ടുണ്ട്. 2-3 കപ്പലുകളെ അമേരിക്ക പിടിച്ചെടുത്തിട്ടുണ്ട്. മാത്രമല്ല നിരവധി കപ്പലുകൾ ഇതിനോടകം തന്നെ വഴിമാറ്റി വിടാൻ അമേരിക്കയ്ക്ക് സാധിച്ചു. ഇങ്ങനെ ഇറാന്റെ സാമ്പത്തിക നട്ടെല്ലൊടിക്കുക എന്നതാണ് ഈ ഉപരോധത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഉപരോധം കൊണ്ട് അമേരിക്ക ലക്ഷ്യമിടുന്നത്. ഇങ്ങനെയുള്ള ഈ അമേരിക്കൻ ഉപരോധം മറികടക്കാനാണ് സെറ്റബെല്ലോ എന്ന കപ്പൽ ശ്രമിച്ചത്. അവർ അമേരിക്കൻ ഉപരോധത്തെ മറികടക്കാൻ ശ്രമിക്കുമ്പോഴാണ് തങ്ങൾ മിസൈൽ ആക്രമണം നടത്തിയത് എന്ന് അമേരിക്ക പറയുന്നു. പക്ഷേ ആ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുന്നതിനോട് ഒട്ടും യോജിക്കാൻ കഴിയില്ല എന്നാണ് ഇന്ത്യയുടെ അഭിപ്രായം. ഇറാൻ പോലും ഇന്ത്യൻ കപ്പലുകളെ ആക്രമിക്കുന്നില്ല. നേരത്തെ ഇറാന്റെ ഗൺബോട്ടുകൾ ഇന്ത്യയുടെ 2 കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു. ആ മേഖലയിൽ ഇന്ത്യൻ കപ്പലുകൾക്ക് വലിയ ഭീഷണിയൊന്നുമില്ല. ഇന്ത്യൻ കപ്പലുകൾ LPGയും അതുപോലെ തന്നെ ക്രൂഡ് ഓയിലുമായിട്ടൊക്കെ ഹോർമൂസ് കടലിടുക്ക് കടന്നു വരുന്നുണ്ട്. ഇതെല്ലാം ഇറാൻ അധികാരികളുടെ പ്രത്യേക അനുമതിയോടുകൂടിയാണ്. പ്രത്യേക സുരക്ഷാ പാതയൊരുക്കിയാണ് ഇന്ത്യൻ കപ്പലുകളെ പുറത്തേക്ക് വിടുന്നത്. ഇതിനിടയിലാണ് അമേരിക്കയുടെ ആക്രമണം ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ നടന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇതുവരെയും അമേരിക്കൻ സ്ഥാനപതിയെ വിളിച്ചു വരുത്തി ഏതെങ്കിലും ഒരു വിഷയത്തിൽ പ്രതിഷേധം അറിയിക്കേണ്ടതായി അവസരം ഇന്ത്യക്ക് വന്നിട്ടില്ല. എന്നാൽ ഇപ്പോൾ അമേരിക്കൻ സ്ഥാനപതിയെ തന്നെ ഇന്ത്യയിലെ അമേരിക്കൻ അംബാസഡർ കസാഖിസ്ഥാൻ സന്ദർശനത്തിലാണ്. അതുകൊണ്ടാണ് ആ സ്ഥാനത്തുള്ള അല്ലെങ്കിൽ ചാർജ് DFS എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഉഗ്രശാസന നൽകിയിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധം തന്നെയാണ് അമേരിക്കയെ ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. കടലിടുക്കിലെ എല്ലാ നിയമങ്ങളും ഇന്ത്യ പാലിക്കുകയാണ്. ഇറാൻ അധികൃതരുടെ അനുമതിയോടുകൂടി തന്നെ കപ്പലുകൾ കടന്നു വരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അമേരിക്ക നടത്തിയ ആക്രമണം ഒട്ടും നീതീകരിക്കാൻ കഴിയില്ല എന്ന് ഇന്ത്യ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നുണ്ട്. മാത്രമല്ല ഈ സംഭവം മേഖലയിൽ ഇന്ത്യൻ നാവികസേനയുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യവും ഒരുക്കുന്നുണ്ട്. ഇങ്ങനെ നടന്ന ഈ ആക്രമണത്തിൻ്റെ ബലത്തിൽ തന്നെ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഇന്ത്യൻ നാവികസേന ഹോർമൂസ് കടലിടുക്ക് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചേക്കും. ഹോർമൂസിലൂടെ കടന്നുവരുന്ന ഇന്ത്യൻ വാണിജ്യ കപ്പലുകൾക്ക് സുരക്ഷ നൽകാൻ ഇന്ത്യൻ നാവികസേന വിന്യാസം ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഇവിടെ നടത്താനുള്ള സാധ്യതയുണ്ട്. ഓപ്പറേഷൻ സങ്കൽപ്പ് എന്ന പേരിൽ പ്രത്യേക പദ്ധതി ഇപ്പോൾ നാവികസേന പ്രഖ്യാപിച്ചിരിക്കുകയും കൂടിയാണ്. അതായത് ഇന്ത്യൻ വാണിജ്യ കപ്പലുകൾക്ക് നേരെ യുദ്ധ സാഹചര്യത്തിൽ ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിലവിലുള്ള ഈ യുദ്ധ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായാൽ എല്ലാ നീക്കങ്ങളെയും കനത്ത തിരിച്ചടി നൽകി പരാജയപ്പെടുത്താനാണ് ഇപ്പോൾ ഇന്ത്യൻ നാവികസേനയുടെ തീരുമാനം. ഇപ്പോൾ ഈ അപകടം നടന്നപ്പോൾ തന്നെ ഇന്ത്യൻ കപ്പലിൻ്റെ രക്ഷയ്ക്കെത്തിയത് ഒമാൻ സേനയാണ്. അതായത് അന്താരാഷ്ട്ര രംഗത്ത് കപ്പലുകളും അതുപോലെ തന്നെ അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാനുമൊക്കെയായി ഇന്ത്യക്ക് അതിബൃഹത്തായ സഹകരണവും വിവിധ രാജ്യങ്ങളുമായിട്ടുള്ള സഹകരണവും മറ്റു രീതിയിലുള്ള ബന്ധങ്ങളുമുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഒമാൻ സേന എത്തി 21 ഇന്ത്യൻ നാവികരെ രക്ഷിച്ച സംഭവം. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഇത്തരം ആക്രമണങ്ങൾ ഭാവിയിൽ ഇന്ത്യയുടെ കപ്പലുകൾക്ക് നേരെ ഉണ്ടായാൽ നാവികരെയും ആ കപ്പലിലുള്ള ചരക്കിനെയും സുരക്ഷിതമായി നാട്ടിലേക്ക് എത്തിക്കാനായി ഇന്ത്യൻ നാവികസേനയുടെ സാന്നിധ്യം ഹോർമൂസ് കടലിടുക്കിൽ വേണമെന്ന് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഇന്ത്യ ചിന്തിച്ചേക്കും. അതിൻ്റെ തുടക്കമായിരിക്കും ഓപ്പറേഷൻ സങ്കൽപ്പ്. ഇന്ത്യ കൂടി എത്തുമ്പോൾ തീർച്ചയായും ഈ ഹോർമൂസ് കടലിടുക്ക് യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് മാറും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇപ്പോൾ തന്നെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ ഏതാണ്ട് അവസാനിച്ച മട്ടാണ്. അമേരിക്കയുടെ ഹെലികോപ്റ്റർ ആക്രമിച്ചതിന് പിന്നാലെ ശക്തമായ ആക്രമണം അമേരിക്ക നടത്തിയിരിക്കുകയാണ്. ആ പ്രത്യാക്രമണത്തിനും ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഗൾഫ് മേഖലയിലെല്ലാം വലിയ രീതിയിലുള്ള അശാന്തി പടരുകയാണ്.
കുവൈറ്റ് അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് വിമാനത്താവളങ്ങൾ അടച്ചിടാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഏതു നിമിഷവും പ്രതീക്ഷിക്കുകയാണ് ഗൾഫ് രാജ്യങ്ങൾ. ഈ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇന്ത്യൻ വാണിജ്യ കപ്പലുകൾക്ക് നേരെ അമേരിക്കൻ സേനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. പൊതുവെ അമേരിക്കയ്ക്ക് ഈ മേഖലയിൽ പിന്തുണ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ കപ്പലുകൾ ആക്രമിക്കപ്പെട്ടത് അമേരിക്കയ്ക്ക് നയതന്ത്ര രംഗത്ത് വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല. അതേസമയം ഞങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധം ഞങ്ങൾ കരിമ്പട്ടികയിൽപ്പെടുത്തിയിരുന്ന കപ്പലാണ്, അതുകൊണ്ട് തന്നെ ഉപരോധം നിലനിൽക്കുന്ന കപ്പലാണ്, ഉപരോധം നിലനിൽക്കുന്ന സ്ഥലമാണ്, അവിടേക്ക് തങ്ങളുടെ മുന്നറിയിപ്പ് അവഗണിച്ച് കടന്നതുകൊണ്ടാണ് ആക്രമണം നടത്തിയത് എന്നൊക്കെ US സെൻട്രൽ കമാൻഡ് പറയുന്നുമുണ്ട്. വാണിജ്യ കപ്പലുകളെ ഇത്തരത്തിൽ ആക്രമിക്കുന്നത് ശരിയായ രീതിയല്ല എന്ന് ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിലും ഇതിനോടകം തന്നെ ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം സുഗമമാക്കാൻ നിരവധി ശ്രമങ്ങളാണ് രാജ്യങ്ങളുടെ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ നടന്നുകൊണ്ടിരുന്നത്. ഇറാനെയും അമേരിക്കയെയും ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിപ്പിക്കാനായി പല രാജ്യങ്ങളും മധ്യസ്ഥത വഹിച്ചു. ആദ്യം പാകിസ്ഥാനാണ് മധ്യസ്ഥത വഹിച്ചതെങ്കിൽ ആ മധ്യസ്ഥ ശ്രമങ്ങൾ മുഴുവൻ പരാജയപ്പെട്ടതോടുകൂടി ഗൾഫ് രാജ്യങ്ങൾ മധ്യസ്ഥ ശ്രമത്തിലേക്ക് കടക്കുന്നത് നമ്മൾ കണ്ടു. ഇറാനെയും അമേരിക്കയെയും ഒരു മേശയ്ക്ക് ചുറ്റുമിരുത്തി ചർച്ച ചെയ്യിച്ച് കാര്യങ്ങൾ പരിഹരിക്കാൻ കഴിയാതെ വന്നതോടുകൂടി ഇരു രാജ്യങ്ങൾക്കും നടുക്ക് മധ്യസ്ഥ ശ്രമം നടത്തുന്ന രാജ്യങ്ങളുടെ പ്രതിനിധികൾ ചർച്ച നടത്തി ഒരു സമാധാന ഉടമ്പടി രൂപീകരിക്കാൻ ശ്രമം നടന്നിരുന്നു. ആ സമാധാന ഉടമ്പടിയിൽ അമേരിക്കയും ഇറാനും ഒരേപോലെ ആഗ്രഹിച്ച 6 കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുമായി യാതൊരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും തയ്യാറാകേണ്ട കാര്യമില്ല എന്നാണ് അവിടുത്തെ സായുധ വിഭാഗമായ IRGCയുടെ തീരുമാനം. ഇറാൻ ഭരണകൂടത്തിന് ഈ യുദ്ധം അവസാനിപ്പിച്ച് എത്രയും വേഗം സമാധാനത്തിലേക്ക് മടങ്ങിപ്പോയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ സൈന്യം അതിനനുവദിക്കുന്നില്ല. സൈന്യത്തിൻ്റെ ഭാഗത്താണ് ഇറാൻ പരമോന്നത നേതാവ് മൊജ്തബ ഖമൈനിയുമെന്നും അറിയുന്നു. മൊജ്തബ ഖമൈനി ഇപ്പോൾ ഒളിവിലാണ്. അതീവ സുരക്ഷാ കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് അയാൾ ചർച്ചകളിലും മറ്റും നേരത്തെ പങ്കെടുത്തിരുന്നു. എന്നാൽ ചർച്ചകൾ പിന്നീട് പരാജയപ്പെടുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത്. ആണവായുധ നിർമ്മാണം അതൊരിക്കലും അതിനുള്ള അവകാശം ഇറാന് നൽകാൻ കഴിയില്ല എന്നാണ് അമേരിക്കയുടെ നിലപാട്. ഇറാൻ്റെ കയ്യിൽ ആണവായുധങ്ങൾ വന്നാൽ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ അവർ നശിപ്പിക്കും. ഇതുവരെ സമ്പുഷ്ടീകരിക്കപ്പെട്ട യുറേനിയം മറ്റേതെങ്കിലും രാജ്യത്തേക്ക് മാറ്റണമെന്നും അമേരിക്ക ആവശ്യപ്പെട്ടു. മാത്രമല്ല ഹോർമൂസ് കടലിടുക്ക് സമ്പൂർണ്ണമായും സ്വതന്ത്രമാക്കണമെന്നും അതിലൊരു അവകാശവാദവും ഇറാന് ഉണ്ടായിരിക്കുകയില്ലെന്നും അമേരിക്ക പറഞ്ഞു. പക്ഷേ ഇത് രണ്ടും അംഗീകരിക്കാൻ ഇറാന് തൽക്കാലം നിവൃത്തിയില്ല. ആണവായുധം ഞങ്ങളുടെ സുരക്ഷയുടെയും ഞങ്ങളുടെ രാജ്യത്തിൻ്റെ നയത്തിൻ്റെയും ഭാഗമാണെന്നും അത് ഉപേക്ഷിക്കാൻ കഴിയില്ലെന്നും IRGC നിലപാടെടുക്കുന്നു. മാത്രമല്ല ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പൽ കടന്നു പോകുന്നത് ഇറാൻ അധികൃതരുടെ അനുമതിയോടുകൂടിയാണ്. എന്ന് പറഞ്ഞാൽ കടന്നു പോകുന്ന കപ്പലുകൾക്ക് വൻ തുക ഇറാൻ ചുങ്കം ചുമത്തുന്നുണ്ട്. ഇതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഹോർമൂസ് കടലിടുക്ക് അങ്ങനെയങ്ങ് സ്വതന്ത്രമാക്കാൻ കഴിയില്ല എന്ന് ഇറാൻ ഇപ്പോൾ വാദിക്കുന്നു. കാരണം അമേരിക്കൻ ആക്രമണത്തിൽ ഇറാന് വലിയ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അതിന് നഷ്ടപരിഹാരം നൽകാനും അമേരിക്ക തയ്യാറല്ല. ഈ സാഹചര്യത്തിൽ ഹോർമൂസ് കടലിടുക്കിൽ പിരിക്കുന്ന ചുങ്കമടക്കമുള്ള തുക അത് ഇറാൻ അവകാശപ്പെട്ടതാണ് എന്നാണ് ഇറാൻ വാദിക്കുന്നത്. ഈ 2 കാര്യങ്ങളിൽ തട്ടിയാണ് സമാധാന ചർച്ചയും സമാധാന ഉടമ്പടിയുമെല്ലാം പൊളിഞ്ഞുപോയത്. ഇതിൻ്റെ തൊട്ടു പിന്നാലെയാണ് സംഘർഷം ആരംഭിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യ ഇപ്പോൾ അശാന്തിയുടെ നിഴലിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ അമേരിക്കൻ ആക്രമണം ഉണ്ടാകുന്നത്.